വിശേഷം പറയുക നമ്മൾ കണ്ണൂരിലാണ്. കണ്ണൂരിൽ വരുമ്പോൾ സ്വാഭാവികമായും കണ്ണൂരിന്റെ പ്രിയപ്പെട്ട താരങ്ങള് സഹൽ അബ്ദുൽ സമദ്, CK വിനീത്, മലപ്പുറത്ത് നിന്ന് അനസ് എടുത്തൊടിക 3 താരങ്ങള് എത്തുകയാണ്. സഹല്, എന്താണ് കണ്ണൂര് ആകെ ഗംഭീരമാണല്ലോ, പൊളി വൈബാണല്ലോ ഇവിടെ. നൈസ് വൈബാണ്. ഞാൻ കുറെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ക്രൗഡിൽ ഇരിക്കുന്നത്. അപ്പം നല്ലൊരു ഫീലിംഗ് ആണ്, സന്തോഷം. മഴ നേരിയ പ്രശ്നമുണ്ട്, എന്നാലും നമുക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല കണ്ണൂരുകാർക്ക്. എന്നോട് കൂടുതൽ ഇങ്ങനെ ചോദിക്കല്ലേ. നമുക്കെന്ത് മഴ, നമ്മൾ കളിച്ചു വളർന്ന ഗ്രൗണ്ടല്ലേ ഇത്. ഞാൻ ഇവനൊക്കെ കളിച്ചു വളർന്ന ഗ്രൗണ്ടായി. കുറെ കാലത്തിന് ശേഷമാണ് കണ്ണൂര്, നിങ്ങൾ ക്രൗഡ് കാണുന്നുണ്ടോ? കണ്ണൂരുകാർക്ക് ആഘോഷിക്കാൻ ഒരു സാധനം കിട്ടുന്ന കുറെ കാലത്തിന് ശേഷം. എനിക്ക് തോന്നുന്നു അവസാനം നടന്ന നാനാർ കപ്പോ മറ്റുമാണ്. കളികൾ ഇങ്ങനെ വരണം, ആൾക്കാർക്ക് കാണാൻ, പ്ലേയേഴ്സിന് ഓപ്പർച്യൂണിറ്റി, അങ്ങനെ മൊത്തത്തിൽ കളികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അതാണ് നമ്മളെല്ലാവരും ആഗ്രഹം. നമുക്കും നല്ലതാണ്, അവർക്കും നല്ലതാണ്. കളികൾ മലപ്പുറമാണ്. ഇവനെ കൊണ്ടൊന്നും ആവില്ല. സുഹൃത്ത് ബന്ധം തീർച്ചയായിട്ടും ഗ്രൗണ്ടിൽ ഉണ്ടാവാറില്ല. പക്ഷേ തീർച്ചയായിട്ടും വിന്നിങ് ആണ് നമ്മളെ സെയിം മോട്ടിവേഷൻ. അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാണ് ടീം. അതിനേക്കാളുപരി ഇങ്ങനെ വേദിയിലേക്കൊക്കെ വരുമ്പം, മൈതാനത്തേക്ക് എത്തുമ്പം സഹലിനെ കാണുന്നു, CK കാണുന്നു, അത് തരുന്നൊരു സന്തോഷമല്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിഫറെൻറ്റ് ഫീലാണ്. അതുപോലെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഫീൽഡ്. പക്ഷേ നമ്മളെ കേരളത്തിലുള്ള യങ്സ്റ്റേഴ്സ് ഫുട്ബോളിന് ഒന്നും കൂടെ നല്ല രീതിയിൽ ടെക്നിക്കൽ എബിലിറ്റിയും ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവരെ പോലത്തെ പ്ലെയേഴ്സ് വരുമ്പോൾ പക്ഷേ യങ്സ്റ്റേഴ്സിനും കൂടുതൽ മോട്ടിവേഷനും SLK പോലത്തുള്ള ഫൗണ്ടേഷനും ഒന്നും കൂടെ വിശ്വാസം കൂടി വർദ്ധിപ്പിക്കും. എങ്ങനെയുണ്ട് ഇവരെ കണ്ടതിന് ശേഷമൊക്കെ? ഒരു വലിയ കൂടിച്ചേരലാണ്. തീർച്ചയായും ഇവര് ഇങ്ങനെ ഒരു മീറ്റപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അന്ന് നമ്മൾ ടീമിൽ ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ. അപ്പോൾ വളരെ സന്തോഷം. വിനീതേട്ടനും അനസ്കാക്കും ഇങ്ങനെ കണ്ടത് വേറെ ലെവലാണ് ഇപ്പോൾ. എന്നാലും നമ്മൾ പണ്ടത്തെ എന്താ പറയാ, ആളുകളെ കാണുമ്പോൾ കണ്ണൂർ പന്തട്ടണം തോന്നുന്നുണ്ട്. കണ്ണൂർ വേറെ ലെവലാണ്. ഇവനോട് പറഞ്ഞോട് കണ്ണൂർ വേറെ. കാണികളെ കാര്യത്തിൽ കണ്ണൂരും മലപ്പുറം കട്ടക്കാട്ടോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം കേരളം സൂപ്പർ ലീഗ് അവസരം തന്നു കൂടി കാണുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ചെറിയൊരു ഫീലും കൂടെ ഉണ്ട്. ചെറുതായിട്ടല്ല, വലുതായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും യെല്ലോ ആണ്. ഇപ്പൊ മറ്റേ സഞ്ജു ചെന്നൈയിലേക്ക് പോയത് മെയിൻ ഇപ്പം അവരാണല്ലോ, ഇപ്പം ISL ആണല്ലോ മെയിൻ. അപ്പോൾ കേരളത്തിന് എന്തായാലും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. SLK കേരളത്തിൻ്റെ ടൂർണമെൻ്റ് ആണ്. ഇവിടുത്തെ പ്ലേയേഴ്സ് ISLലേക്ക് വരട്ടെ, അവിടുത്തെ നാഷണൽ ടീമിലേക്ക് വരട്ടെ, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. കേരള ബ്ലാസ്റ്റേഴ്സ് എന്നും ഇപ്പം ISLൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. പ്ലേയേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്, എങ്ങനെയാണ് അവരെ അടുത്ത ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ല. നന്നായിട്ട് പോട്ടെ എന്നുള്ളത് പറയാൻ മാത്രമേ പറ്റൂ. കാരണം ഒട്ടേറെ പ്ലേയേഴ്സ് ഇതും കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് കളിക്കാൻ മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിയൂ. അപ്പോൾ ഒട്ടേറെ പ്ലേയേഴ്സ് ഇത് കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത്രയും പെട്ടെന്ന് നടക്കട്ടെ. ISL ആണെങ്കിലും SLK ആണെങ്കിലും ഉഷാറായിട്ട് പോട്ടെ എന്നുള്ളതാണ്. CK വിനീതിന്റെ ആണ് കേട്ടോ. സഹൽ ശരിക്കും വിചാരിച്ചിരുന്നോ CK ആണെന്ന്? ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. മാസ്ക് കിട്ടാനും നമ്മൾ പിടിക്കും. ഇത്തവണ ഫോട്ടോഗ്രാഫറായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. അവൻ്റെ ഓൾറെഡി ഫുട്ബോൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു വൈൽഡ് ഫോട്ടോഗ്രാഫറായിട്ടാണ് അവൻ. ഇനിയിപ്പോൾ അത് പ്രൊഫഷണലായിട്ട് എടുക്കുമോ എന്നറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു മുദ്ര കുത്തുന്നൊരു സാധനം ഉണ്ടല്ലോ അവൻ. ഏത് തീരുമാനങ്ങളാണെന്നുണ്ടെങ്കിലും. പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇനി അവൻ അതിൻ്റെ ബാക്കിലായിരിക്കും. നമ്മൾ ഫുട്ബോളിലും അവൻ എൻ്റെ വൈൽഡ് ലൈഫൊക്കെ ഇവൻ്റെയൊക്കെ ലൈഫ് എടുത്തിട്ട് തുടങ്ങിയതാണ്. അത് മാറിയല്ല സാധനം. വളരെ സന്തോഷം 3 പേരെ. സഹൽ താങ്ക് യു സോ മച്ച്. അനസിക്ക, CK കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആഘോഷമാണ് കണ്ണൂരിൽ. ഒരിഞ്ഞ മഴയാണ്, മഴയെ തോൽപ്പിക്കുന്ന ഫുട്ബോളാണ് കണ്ണൂർ. ജിജിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ.